സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശത്തിൽ അതൃപ്തി പരസ്യമാക്കി കെ മുരളീധരൻ. ഗാന്ധി വധത്തെയും രാഹുലിന്റെ മനോനിലയെയും കുറിച്ച് സന്ദീപ് പറഞ്ഞതിൽ വിയോജിപ്പുണ്ട്. സന്ദീപ് വരുന്നെന്നറിഞ്ഞത് ടിവിയിലൂടെയാണ്. സന്ദീപ് വന്നില്ലായിരുന്നുവെങ്കിൽ പാലക്കാട് UDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമായിരുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടിയിൽ പോകുന്നതൊക്കെ സാധാരണ ജനാധിപത്യത്തിൽ പതിവുള്ള ഏർപ്പാടാണ്. അതിലത്രയും അത്ഭുതമൊന്നുമില്ല. അപ്പോൾ നാളെ സുരേഷ് ഗോപിയോ രാജീവ് ചന്ദ്രശേഖരനോ ജോർജ് കുര്യനോ കോൺഗ്രസിലേക്ക് വന്നാൽ ഞാനതിനെ സ്വാഗതം ചെയ്യും. ഞാൻ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ എനിക്ക് 2 ഒബ്ജക്ഷന് മാത്രമേ ഉള്ളൂ. ഒന്ന്, അദ്ദേഹം ഗാന്ധി വധത്തിനെ ന്യായീകരിച്ചു. 2, രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് അദ്ദേഹം വിമർശിച്ചു. ഇന്നലെ സന്ദീപ് വാര്യർ നടത്തിയത് പൊളിറ്റിക്കലാണ്. സുരേന്ദ്രനെ പറ്റി അദ്ദേഹം പറഞ്ഞത് ഞങ്ങളും അംഗീകരിക്കുന്ന കാര്യം, അത് പൊളിറ്റിക്കൽ അറ്റാക്കാണ്. അത് 100% ശരിയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ അതൊന്നുമല്ല. ഈ 2 കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് സന്ദീപ് വാര്യരുടെ വരവിനെ മാത്രം ഞാൻ എതിർത്തത്. കോൺഗ്രസ് നേതൃത്വത്തെ തുറന്നെതിർത്ത കെ മുരളീധരനെ പിന്തുണച്ച് AK ബാലൻ മുട്ടിയ വാതിലൊന്നും തുറക്കാത്തതുകൊണ്ടാണ് കോൺഗ്രസിൽ വന്നതെന്ന് മുരളി പറഞ്ഞത് ശരിയാണ്. വർഗീയ പരാമർശങ്ങൾ തള്ളിപ്പറയാൻ സന്ദീപ് തയ്യാറാകണ്ടേ എന്നും ബാലൻ ചോദിച്ചു. ന്യൂസ് മലയാളത്തിന്റെ ക്രോസ് ഫയറിലായിരുന്നു ബാലന്റെ പ്രതികരണം. മുരളി പറഞ്ഞൊരു വാചകമുണ്ട്, മുരളി നിങ്ങൾ സമ്മതിച്ചു കൊടുക്കണം. ഞാൻ അദ്ദേഹം പറഞ്ഞാലാണ് പിന്നീട് പ്രതികരിക്കുക. അദ്ദേഹം പറഞ്ഞത് എല്ലാ ഇപ്പം വന്നത് നന്നായി, എവിടെയും എടുക്കില്ല എന്ന് വന്നതോട് കൂടിയിട്ടാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്. മഹാത്മാഗാന്ധിയെ ഞാൻ അപമാനിച്ചു, വേദനിക്കുന്നു. രാഹുൽ ഗാന്ധിയെ ചികിത്സിക്കേണ്ടത് കുതിരവട്ടത്താണെന്ന് പറഞ്ഞു, വേദനിക്കുന്നു. ഇതൊന്നും ഞാൻ പറയാൻ പാടില്ലാത്തതായിരുന്നു. ജമ്മു കാശ്മീരിലെ മുസ്ലിങ്ങളെ കൊന്ന് തരിപ്പണാക്കണം, കഴുത്തിൽ ടയർ കെട്ടി കത്തിക്കണമെന്നാണ് പറഞ്ഞത്. എന്നാലേ ഇവർ പാഠം പഠിക്കൂ. അതൊന്നും സാധാരണ നിലയിൽ നമ്മുടെ ഈ മലയാളി സമൂഹത്തിൻ്റെ മുമ്പിൽ ഇന്നേ വരെ ഈ രൂപത്തിൽ വിഷം ചീറ്റുന്ന ഒരാശയം ഒരാളും പറഞ്ഞിട്ടില്ല. കെ മുരളീധരനെ അതൃപ്തി എന്ന വാർത്ത തള്ളി കെ സുധാകരൻ. മുരളീധരൻ നിഷ്കളങ്കനെന്നും പാർട്ടിയിൽ പ്രശ്നമില്ലെന്നും ന്യൂസ് മലയാളത്തോട് സുധാകരൻ പറഞ്ഞു. പരാതിയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വികാരം പ്രകടിപ്പിച്ചു എന്നല്ലാതെ ഞങ്ങളൊക്കെ അത് മനസ്സുകൊണ്ടും ഞങ്ങളൊക്കെ അത് സ്വീകരിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞതൊക്കെ ഞങ്ങൾ ഉൾക്കൊണ്ടു. അത് ഞങ്ങൾ കാണാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഒരു പ്രശ്നങ്ങളും അദ്ദേഹത്തിനില്ല. പക്ഷേ അദ്ദേഹം ഇങ്ങനെ തോന്നിയാൽ അത് അപ്പം പറയും, അത്രയേ ഉള്ളൂ. പിന്നെ ഏതു കാലത്തും മുരളീധരനെ സംബന്ധിച്ചൊരു സീറ്റ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അകത്ത് റിസർവ്ഡാണ്. അതുണ്ട്, ഉണ്ടാകും.